പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഈ പള്ളിയുടെ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിധി നോക്കൂ. ആ ഖബർസ്ഥാനിൽ കഴിയുന്നത് ആരൊക്കെയാ? ആ ഖബർസ്ഥാനിൽ കഴിയുന്നത് ആരൊക്കെയാ? അവിടുത്തെ താമസക്കാരൊക്കെയാ? 90 വയസ്സ് തികഞ്ഞ ഉമ്മമാര് മാത്രമാണോ? 80 വയസ്സുള്ള ഉപ്പുപ്പമാര് മാത്രമാണോ? ചോര കുഞ്ഞുങ്ങൾ മുതൽ തുടങ്ങി, ചാപിള്ള മുതൽ തുടങ്ങി, 5 വയസ്സുള്ള ബാലൻ തുടങ്ങി, 9 വയസ്സുള്ള പൊന്നുമോള് തുടങ്ങി, 20 വയസ്സുള്ള പൊന്നോമനമോൾ തുടങ്ങി, 18 തുടങ്ങിയതാ 25, 35, 45 വ്യത്യസ്ത പ്രായക്കാരുടെ ഗേഹമാ, സങ്കേതമാ, പാർപ്പിടമാ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. ഓ പെങ്ങളെ, നിനക്ക് എത്ര മണിക്കൂർ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടും നിനക്ക് മതിയാവുന്നില്ല. നിന്റെ മുടിങ്ങനെ അങ്ങോട്ടിട്ടപ്പോ അത് സ്റ്റൈലല്ലോ, ഒരു സുഖമില്ലല്ലോ. ഇപ്പൊ ഇപ്പുറത്തോട്ടിടാൻ പോരാലോ, കുറച്ചിങ്ങനെ മുമ്പോട്ടിട്ട് നോക്കാൻ പോരാലോ, ഇങ്ങനെ ഉണ്ട ഉരുട്ടി പുറയിൽ ഇങ്ങനെ വെക്കാലോ, അതും പോരാലോ. ആ ഡ്രസ്സിന്റെ മഹിമ നോക്കുമ്പോ, മുഖത്തിന്റെ പളപളപ്പ് നോക്കുമ്പോ, നിന്റെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരത്തെ നീ തരപ്പെടുത്തുമ്പോൾ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. സുബ്ഹാനല്ലാഹ്, പുഴുക്കളെ വരില്ലേ പെങ്ങളെ? നിന്നെ കബറി വെച്ച ആരെങ്കിലും അവിടെ വരുമോ? നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും പള്ളിക്കാട്ടിൽ വരുമോ? ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പല അകാല അസമയ അസന്ദർഭ മരണങ്ങളും ഇവിടെ പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം പറയുന്നില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, റബ്ബിനെ ഓർത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിന്റെ, ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ നിസാരത, പാരിത്രിക ലോകത്തിന്റെ ജീവിതത്തിന്റെ വിശാലത അതോർത്തുകൊള്ളണം. ഒരു സ്വപ്നം കണ്ടു ഉണരുന്നത് പോലെ അസ്രായീലിനെ കാണാനുള്ളവരാ. ഇത് ചരിത്രമാണോ? ഇത് കഥ പറയുകയാണോ? ഓരോ ആളുകൾക്കും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണത്തെ ലൗക്ക് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. ഖുർആനാ എന്റെ വകയല്ല. ഓരോ ആളുകൾ അടുക്കലേക്കും അസ്രായീൽ വരുമ്പോ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ നിൽക്കുന്ന നൃത്തത്തിൽ ഞാനങ്ങ് വീണുപോയാൽ റബ്ബേ, ഞാൻ ഓർക്കാൻ എനിക്കെന്താ കൊണ്ടുപോകാനുള്ളത്? ഇവിടെ ചരിഞ്ഞ് നിങ്ങളങ്ങ് വീണാൽ എന്താ കൊണ്ടുപോകാനുള്ളത്? ഈ ലോകത്തെ ജീവിതം നമുക്ക് വെറുതെയാണോ, നിരർത്ഥമാണോ? കുറെ സമയങ്ങൾ പലയിടത്തും നിന്ന് വെറുതെ ചർച്ച ചെയ്ത് കളയാനുള്ളതാണോ? അല്ല, അല്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു പറയുകയാ, അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നു മക്കളെ, അന്നമാ ഖലഖനാകും അബസാ, വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാ. കുറെ കാലം വെളിച്ചവും ഇരുളും തന്ന് സൃഷ്ടിച്ചതാ. കുറെ കാലം ചൂടും തണുപ്പും തന്ന് സൃഷ്ടിച്ചതാ. കുറെ കാലം ഭക്ഷണവും വെള്ളവും തന്ന് വെറുതെ ഇങ്ങനെ പടച്ചതാ. ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു ചേർത്ത് പറയുന്നു, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ലിമനിൽ മുൽക്കിൽ യൗം, ആർക്കാണ്ടായുന്ന അധികാരം? ഖുർആൻ. അല്ലാഹു ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. മുഴുവൻ അടിമകളും അടിയാറുകളും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ എല്ലാ ശിരസുകളും കുരിക്കുന്നൊരു രംഗമുണ്ടോ? ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്ത് മറുപടിയാ നമുക്ക് പറയാനുള്ളത്? ഖബറിൽ വെളിച്ചത്തിന് വല്ലതും നമ്മൾ കരുതിയിട്ടുണ്ടോ? എപ്പോഴാ പോകുന്നത് പറയാൻ പറ്റുമോ? എന്താ കൊണ്ടുപോകാനുള്ളത് നമുക്കൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? കുറെ പാപങ്ങളല്ലാതെ കൂട്ടായി നമുക്കുണ്ടോ? പടച്ചവൻ കാരുണ്യവാനാൽ ആ തഖനതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടോ നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുതേ. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. പടച്ചവന്റെ മുന്നിൽ ആത്മാർത്ഥമായി നമുക്ക് തേടണം. അല്ലാഹു കബൂൽ ചെയ്യും.